ഹായ്, നമ്മൾ ഇന്ന് വിഷ്യസ് സർക്കിൾ ഓഫ് പോവർട്ടി എന്താണെന്നാണ് മനസ്സിലാക്കാൻ പോണത്. ലോ ഇൻകം കൺട്രീസ് നേരിടുന്ന പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയാണ് വിഷ്യസ് സർക്കിൾ ഓഫ് പോവർട്ടി. അതായത് അവരുടെ കയ്യിൽ ലോ ഇൻകം ആകുമ്പോഴത്തേക്ക് അവർക്ക് സേവിങ് ലോ ആകുന്നു. അതായത് അവരുടെ കയ്യിൽ സേവ് ചെയ്യാൻ പൈസ ഇല്ലാതെ വരുന്നു. ഇങ്ങനെ ലോ സേവിങ് വരുമ്പോഴത്തേക്ക് ഈ സേവിങ് വെച്ചാണല്ലോ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയാതെ വരുന്നു. ഏതിലൊക്കെ? എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ, ബിസിനസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയാതെ വരുന്നു. ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയാതെ വരുമ്പോഴത്തേക്ക് അവരുടെ ഔട്ട്പുട്ട് അല്ലെന്നുണ്ടെങ്കിൽ പ്രൊഡക്ടിവിറ്റി കുറയുന്നു. ഓക്കെ, ഇങ്ങനെ ഔട്ട്പുട്ട് അല്ലെന്നുണ്ടെങ്കിൽ പ്രൊഡക്ടിവിറ്റി കുറയുമ്പോഴത്തേക്ക് ഇത് വീണ്ടും എന്തിലേക്ക് നയിക്കുന്നു? ലോ ഇൻകത്തിലേക്ക് നയിക്കുന്നു. ഈ ലോ ഇൻകം വീണ്ടും ലോ സേവിങ്, പിന്നെ ഫർദർ എന്താണ്? ലോ ഇൻവെസ്റ്റ്മെന്റ്, ലോ ഔട്ട്പുട്ട്, വീണ്ടും ലോ ഇൻകം. ഇങ്ങനെ ഒരു സർക്കിളായിട്ട് ആ രാജ്യം ആ ഒരു സർക്കിളിൽ ആ ഒരു പോവർട്ടി ബ്രേക്ക് ചെയ്യാൻ കഴിയാതെ ഇങ്ങനെ തുടരുന്ന ഒരു അവസ്ഥയാണ് വിഷ്യസ് സർക്കിൾ ഓഫ് പോവർട്ടി എന്ന് പറയുന്നത്. ഈ വിഷ്യസ് സർക്കിൾ ഓഫ് പോവർട്ടി ബ്രേക്ക് ചെയ്യുന്നതിന് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും എഡ്യൂക്കേഷനിലും ഹെൽത്ത് കെയറിലും ഒക്കെ നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമാണ്. എന്നാൽ ഒരു രാജ്യത്തിന് ഇത് ബ്രേക്ക് ചെയ്യാവുന്നതാണ്.